ഈ കേസ് അന്വേഷിക്കാൻ നീ തന്നെ വേണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരേ നിർബന്ധം. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ഈ കയ്യിരിപ്പും വെച്ചോണ്ട് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ജനസമ്മതനായത്? അതെന്താ സാർ? പറയസേ, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പോലും ഏത് കേസ് അന്വേഷിക്കാനും നീ മതിയെന്നാ പറയുന്നത്. ചില പാർട്ടിക്കാർക്ക് ഇത്ര മുറുമുറുപ്പില്ലാതില്ല. എന്നാലും വർഗീസാണ് IPS പകരം വെക്കാൻ മറ്റൊരു പേര് കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല. നമ്മുടെ മുഖ്യം പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല. കേസ് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ ഈ കേസിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരണം. ചില രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റു സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ലെന്നൊരു ഉറപ്പും. ഓഫ് കോഴ്സ്. ആ മലപ്പുറത്തെ ബീരാ സാഹിബിന്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? തടിമിലിട്ട് മോനെ തല്ലിയ ഗുണ്ടയെ പറ്റി പരാതി പറയാൻ അയാൾ മോനും വന്ന് എത്തിയതോ നിന്റെ കയ്യിൽ തന്നെ. ഏതായാലും നീ കാണിച്ചൽപ്പം കടന്ന കൈയായിപ്പോയി. ഏടാ, ചില്ലറ പ്രഷറൊന്നുമല്ല അയാൾ ആഭ്യന്തരത്തിൽ ചെലുത്തിയത്. ഒടുവിൽ നിനക്ക് ക്രൈംബ്രാഞ്ചിലേക്കുള്ള ട്രാൻസ്ഫർ ഒപ്പിച്ചിട്ടാണ് അയാളൊന്ന് അടങ്ങിയത്. എന്തായാലും ഈ കേസിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിന്റെ ഇടി ഇത്തിരി കുറയ്ക്കണം. സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യാം. നോ പ്രഷർ, നോ ടെൻഷൻ. എന്താ പോരെ? പിന്നെ വർഗീസേ, നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അത് വേണ്ട സാർ. ഇപ്പൊ തന്നെ അയ്യര് സാറും ചില ടീമുകൾ ഒരു അന്വേഷണം കഴിഞ്ഞ് പോയുള്ളൂ. അത് ചിലവർക്ക് ഇഷ്ടാവില്ല. പിന്നെ നീ ഒറ്റയ്ക്ക്? എങ്കിലും റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI സുന്ദരത്തിന് എനിക്ക് വിട്ടുതന്നാ മതി. SI സുന്ദരവോ? ബെസ്റ്റ് സെലക്ഷൻ. എടാ, 15 കൈക്കൂലി കേസാ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അയാളെ ഇനി എവിടേക്ക് സ്ഥലം മാറ്റുന്നുള്ള ചിന്താക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. പക്ഷെ മിടുക്കനാണ് കേട്ടോ, കൈക്കൂലി കൈകൊണ്ട് വാങ്ങത്തില്ല. എന്തായാലും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ നിന്റെ കൂടെയുള്ള ഈ പുറത്ത്. നിങ്ങൾ വലിയ മറ്റേടത്തെ IG ആയിരിക്കും, പക്ഷെ ഒരുമാതിരി കോപ്പിലെ ഇടപാടിനോട് കാണിക്കരുത്. അമ്മായിപ്പനാണെന്ന് ഞാൻ നോക്കത്തില്ല. കൃഷ്ണകുമാറിന്റെയും രാഘവ മേനോന്റെയും കൊലക്കേസ് DYSP പ്രകാശ് മേനോന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ചിലെ ഏതോ അരവട്ടനെ ഏൽപ്പിച്ചു എന്ന് എന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞിരിച്ചപ്പോ നാണം കൊണ്ട് എന്റെ തൊലിയുരിഞ്ഞു പോയി. പല രൂപത്തിലും ഭാവത്തിലും പേരിലും വേഷത്തിലും ഒക്കെ ആൾമാറാട്ടം നടത്തി കേസുകൾ തെളിയിക്കുന്ന വിദഗ്ധനെന്നൊക്കെ സ്വയം പുകഴ്ത്തി കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആ രാവണ വർഗീസ് എന്ന എംബോക്കിയെ മരുമകനിരുന്ന സ്ഥാനത്ത് പ്രദർശിച്ചപ്പോ രാമമേനോന് സമാധാനമായെങ്കിലേ തെറ്റി. വായടപ്പിക്കാനും സ്ഥലം മാറ്റി പണിഷ്മെന്റ് തരാനും ഒക്കെ നിന്നാലേ ആറ്റുനോട്ടുണ്ടായ മകളങ്ങ് കുടുംബത്ത് വന്ന് കെട്ടിയാനില്ല നിൽക്കും. കാണണോ? പ്രകാശ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ അധികാരത്തിന്റെ ഹുങ്കിൽ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ, അറിയാമല്ലോ, ഇനി ഞങ്ങളുടെ കുടുംബക്കാരിയാണ്. സോറി സാർ, അമ്മായിച്ചിന് മരുമലക്ക് കുടുംബത്ത് മതി. ഇത് ഒഫീഷ്യൽ മീറ്റിംഗാ. അത് തീരുമാനിക്കാൻ നീ ആരാ? നീ നേരത്തെ പറഞ്ഞില്ലേ രൂപവും വേഷവും മാറി കള്ളക്കഥകൾ പറഞ്ഞടക്കുന്ന ഒരു അരവട്ടൻ എംബോക്കിയെ കുറിച്ച്? ആ രാവണൻ ഞാൻ തന്നെയാ, വർഗീസ് ആന്റണി IPS. വർഗീസ് പ്ലീസ്. വേണ്ട സാറേ, മരുമോനെ ഞാൻ മെരുക്കിക്കോളാം. രാജ്യം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് സംസ്ഥാനത്തിന്റെ കുടിവെള്ളം വൈദ്യുതിയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മറച്ചുവെച്ച് ആ പണം ആരും അറിയാതെ സ്വന്തം കീശയിൽ വാങ്ങിവെച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ചെരുപ്പ് പോലും ധരിക്കാതെ ആദർശധീരനായിട്ട് ചമഞ്ഞു നടക്കുന്ന നിന്റെ അച്ഛന്റെ ബലം കണ്ടിട്ടാണ് ഈ കളിയെങ്കിൽ ആ കളിയങ്ങ് മാറ്റിവെച്ചാരെ. അല്ലെങ്കിൽ അഴിമതി കേസിലെ സ്വന്തം അച്ഛനെ ഈ പൊന്നുമോൻ തന്നെ വിലങ്ങ് വെക്കേണ്ടി വരും. പിന്നെ ഈ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കുന്നുള്ള ഭീഷണി നിന്നെ പോലെ ഈ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ചേർന്നതല്ല. നിന്റെ മൂക്കിന് താഴെയുള്ള മീശ മൂക്കൊലിപ്പ് തടയാനുള്ളതല്ല. ആണായിട്ട് ജീവിക്കാൻ പഠിക്കും. പ്രായവും പദവിയും നോക്കി പെരുമാറാൻ പഠിക്കണം. അതായിരിക്കും ഒരു പോലീസുകാരന്റെ പാരമ്പര്യം. പിന്നെ വന്നവനെ വന്നതുപോലെ തിരിച്ചുവിടാനുള്ള വ്യാമോഹം വേണ്ട. കാരണം ഈ രാവണനെ പ്രസവിച്ച ഉടനെ ലങ്കയെന്ന് കേരളത്തിലേക്ക് കൊറിയർ അയച്ചോന്നല്ല. ഞാൻ ഇവിടെ ഈ മണ്ണിൽ ജനിച്ച് ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. നീ ഉണ്ടാവണം കേട്ടോ. സോറി സാർ. സർ, കേസിന്റെ വിവരമുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മിസ്റ്റർ ശ്രീകുമാർ, കേസ് അന്വേഷണത്തിൽ DYSP പ്രകാശ് മേനോന്റെ സഹായിയായിരുന്നല്ലേ? യെസ് സർ. രക്ഷപ്പെട്ട ആ പിള്ളേരെ കുറിച്ച് കോളേജിൽ എന്തായിരുന്നു അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരു അടിപൊളി സംഘം. അവരെ കുറിച്ച് ഒരാൾക്ക് പോലും മോശമായ അഭിപ്രായമില്ലായിരുന്നു. കോളേജിലും വീട്ടിലും നാട്ടിലും എന്തിനേറെ ജയിലിൽ പോലും ആ 3 പേരെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു. കേസിന്റെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുമ്പോഴും പലപ്പോഴും അവരെ വിലങ്ങ് പോലും വെക്കാറില്ല. കാരണം ആരെങ്കിലും കൊല്ലാനോ പോലീസിന്റെ കണ്ണുപിടിച്ച് രക്ഷപ്പെടാനോ ത്രിമൂർത്തികൾക്ക് കഴിയില്ലെന്ന് തന്നെയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് വിശ്വാസം. ത്രിമൂർത്തികൾ? അവർക്കെങ്ങനെ ഈ ത്രിമൂർത്തികൾ എന്ന് പേര് വന്നേ? കോളേജിലെ സുഹൃത്തുക്കൾ തന്നെ അവർക്ക് നൽകിയ ഓമന പേരായിരുന്നു അത്. ആ 3 പേരെ ഒരിക്കലും ഒറ്റ തിരിഞ്ഞ് ആരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. ഒരിക്കൽ സ്വന്തമായി പാട്ടെഴുതി സംഗീതം നൽകി അവതരിപ്പിച്ചതോടെ തൽക്കാലത്തേക്ക് സുന്ദരനുണ്ടല്ലോ സാർ.
എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ശ്രീകുമാറിനെ വിളിച്ചോളാം. ഓക്കെ സാർ, താങ്ക് യു. സുന്ദരൻ ആള് ഡീസന്റ് ആയല്ലോ. ഞാൻ പണ്ടേ ഡീസന്റ് ആണ് സാർ. പിന്നെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി അല്ലറ ചില്ലറ. സാർ, ഇതാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ ഗൺമാൻ അയ്യപ്പൻ പിള്ള. എത്ര കാലമായി ജസ്റ്റിസിന്റെ കൂടെ? 4 വർഷത്തോളമായി സാർ. ഡ്യൂട്ടിക്കിടയിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ ജസ്റ്റിസ് നിങ്ങൾ എപ്പോഴെങ്കിലും ശകാരിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ജസ്റ്റിസ് രാഘവന് ശത്രുക്കൾ ആരിലുണ്ടായിരുന്നു? ഐ മീൻ, എന്തെങ്കിലും ഭീഷണികളോ മറ്റോ? അങ്ങനെ വലിയ ശത്രുക്കളുള്ളതായി അറിവില്ല സാർ. പിന്നെ ചില കേസുകളുടെ വിധി പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഭീഷണികളുണ്ടാവും. പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല അദ്ദേഹം. അങ്ങനെ വല്ലതും ഈ അടുത്ത കാലത്ത് വന്നിരുന്നോ? അറിയില്ല സാർ. അപ്പൊ അയ്യപ്പൻ പിള്ളയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. മോൻ കണ്ട അറിഞ്ഞൂടിയേ? എന്തോന്ന്? ഒന്നും അറിഞ്ഞൂടെന്ന്. കൊല്ലപ്പെട്ട ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് നിങ്ങളെ വിളിച്ചതാരായിരുന്നു? അത് ഭാര്യയായിരുന്നു സാർ. വിളിച്ചതോ അതോ വിളിപ്പിച്ചതോ? സത്യം പറയണം. വിളിപ്പിച്ചതായിരുന്നു സാർ. ജഡ്ജി അയ്യപ്പൻ പിറ്റേ ദിവസം ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ഡൽഹിക്ക് പോകാനിരിക്കുകയായിരുന്നു. കൂടെ ഞാനും രേണുക മോളുമാ പോകേണ്ടത്. ഡൽഹിക്ക് പോയാൽ പിന്നെ 3 മാസം കഴിഞ്ഞേ വരുമെന്ന് അറിഞ്ഞപ്പോ ഭാര്യയ്ക്ക് പരിഭവം. അതുകൊണ്ട് ഞാൻ തന്നെയാ അവളോട് അസുഖമാണെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. പക്ഷെ പോയി വരുമ്പോഴത്തേക്കും ഈ താക്കോൽ കൂട്ടം അയ്യപ്പൻ പിള്ള ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. മോൻ കണ്ട അറിഞ്ഞൂടിയേ? കണ്ടിട്ടില്ലെന്ന്. എങ്കിൽ അയ്യപ്പൻ പിള്ളയ്ക്ക് തൽക്കാലം പോകാം. പിള്ളേച്ചോ, ഏ അപ്പൊ ഈ താക്കോൽ കൂട്ടം കണ്ടിട്ടേ ഇല്ല? ഇല്ല സാർ. ഈ താക്കോൽ കൂട്ടം ആരുടേതാണെന്ന് ആർക്കറിയില്ല. ആർക്കും മുട്ട് വേണ്ടതാണ്. എന്നാ പിന്നെ ജൂവലറിക്കാരോട് നേരിട്ട് തന്നെ എന്ന് ചോദിക്കാം. അതല്ലേ സുന്ദര അതിന്റെ ഒരു കറക്റ്റ്? എന്നാ ഇനി സമയം മെനക്കെടുത്തണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അതിവേഗം ബഹുദൂരം. നമ്മൾ എപ്പോഴേ റെഡി സാർ. എന്നാ പുറപ്പെടാം. We are from Crime Branch. What can I do, sir? Please. Thank you. കുറച്ച് നാൾക്ക് മുമ്പ് കൊച്ചിയിൽ കൊല്ലപ്പെട്ട ജഡ്ജി രാഘവേനും താമസിച്ച വീടിന്റെ കാമ്പൗണ്ടിൽ നിന്ന് കിട്ടിയ താക്കോ കൂട്ടമാണ് ഇത്. സാധാരണയായി ഇത് വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഉപയോഗിക്കുന്നതല്ല. അനധികൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന രഹസ്യറകൾക്ക് മറ്റും ഉപയോഗിക്കുന്നതാണിത്. അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണോ നിങ്ങൾ ഈ കീ? സർ, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കീ ചെയിൻ ഞങ്ങൾ ഇതുവരെ ഇറക്കിയിട്ടേ ഇല്ല. സർ, ഇങ്ങനെ ഒരു രഹസ്യ കീയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. നേരായ വഴിയിലൂടെ മാത്രം നടക്കുന്ന, സത്യസന്ധതയിലും വിശ്വാസത്തിലും കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യം മാത്രമാണ് ഞങ്ങളുടേത്. ഇതാണ് ഇവിടുത്തെ ഷോപ്പിന്റെയും സ്റ്റോറിന്റെയും താക്കോലുകൾ. അപ്പോഴിത് ഞങ്ങളുടെ പരസ്യങ്ങളും ഗിഫ്റ്റും എല്ലാം ചെയ്യുന്നത് ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയാണ്. സർ, അവിടെ അന്വേഷിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും വിവരം കിട്ടിയേക്കും. ഇതാണ് അവരുടെ കാർഡ്. ജിസ്ന മീഡിയ അഡ്വർടൈസിംഗ്. ഇതാണ് ഇത്രയും കാലം ഞങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് കീ ചെയിനുകൾ. ഇതെല്ലാം ഓരോരുത്തര് സാമ്പിൾസ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ റിജക്ട് ചെയ്ത മോഡലുകളാ. സർ, പണ്ടെങ്ങും ആരോ കൊണ്ടുവന്ന സാമ്പിളാണിത്. ആരാ കൊണ്ടുവന്നത്? ദിവസവും ഇതുപോലെ സാമ്പിളുകൾ നിരവധി ആളുകൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാലേ അവരുടെ കൊട്ടേഷൻ സ്വീകരിക്കാറുള്ളൂ. മാത്രമല്ല, പണ്ടെങ്ങാണ്ടോ റിജക്ട് ചെയ്ത മോഡൽ ആയതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകാനും സാധ്യതയില്ല. ഈ കീ ചെയിന്റെ യഥാർത്ഥ അവകാശി വരും വരെ ഞാൻ എപ്പോ ആവശ്യപ്പെട്ടാലും എന്റെ മുമ്പിൽ ഹാജരാവണം. ഓഫ് കോഴ്സ്. ഇറങ്ങിക്കോളൂ. ആ, സമയത്തിനൊന്നും ഒരു വിലയില്ലല്ലേ? സോറി, എക്സാമിന് മുമ്പുള്ള കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ പ്ലീസ്. മലയാള അധ്യാപികയും അത്യാവശ്യം സാഹിത്യവാസനയും ഉള്ളത് കൊണ്ടാവാം ഏത് പാട്ട് എഴുതിയാലും ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്യാനും അഭിപ്രായം അറിയാനും ത്രിമൂർത്തികൾ രാധിക മേനോനെ കാണാറുണ്ടെന്നും അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചാണ് അവർ മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്യാറുള്ളതെന്നും എന്തിനേറെ അവരുടെ സക്സസിന് പിന്നിൽ സീക്രട്ട് രാധികയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടു. അവരുടെ കഴിവിലൊരു ആരാധന ഉള്ളത് കൊണ്ടാവാം കോളേജിൽ എല്ലാവർക്കും ത്രിമൂർത്തികളോട് തോന്നിയൊരു അടുപ്പം പോലെ രാധികയ്ക്കും അവരോട് തോന്നിയത്. അങ്ങനെയും സംഭവിക്കാം. ഈ അറ്റാച്ച്മെന്റ് ഒരു ഗുരുശിഷ്യ ബന്ധമാണോ അതോ? Sir, what do you mean? They are my best friends, that's all. ബെസ്റ്റ് ഫ്രണ്ട്സ്, അതായത് നല്ല സുഹൃത്തുക്കൾ. സൈക്കോളജി അനുസരിച്ച് സ്വന്തം രക്തബന്ധത്താക്കൾ ഉപരി ഉള്ളു തുറന്ന് ഏത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവർ. അങ്ങനെയെങ്കിൽ അവർ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് മിസ് രാധിക മേനോൻ അറിയാമെന്ന് ചുരുക്കം. No, അവർ കൊലപാതകളല്ല, അവരത് ചെയ്യില്ല. കൊല്ലപ്പെട്ട ജസ്റ്റിസ് തന്റെ അമ്മാവനായിരുന്നിട്ടും ആ കൊലക്കേസിൽ പോലീസ് സംശയിക്കുന്നവരെ രാധികയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും? തീർച്ചയായും അവരത് ചെയ്യില്ല. എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം നിങ്ങളൊരു പോലീസുകാരനാണ്, കുറ്റവാളികളെ മാത്രം തേടി നടക്കുന്ന പോലീസ്. ചൂടാവില്ല മാഡം, കൂൾ ഡൗൺ, പ്ലീസ് റിലാക്സ്. അപ്പൊ പിന്നെ ആരായിരിക്കും? ഏതാ പെൺകുട്ടി? ഗീത, വിനോദിന്റെ കസിന്. ഇങ്ങുവാ. ഗീത, രണ്ടാം പ്രതി വിനോദിന്റെ മുറപ്പെണ്ണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാതിരിക്കില്ല.
എങ്കിൽ ഈ കുട്ടിയോടൊന്ന് ചോദിക്കല്ലേ മിസ് മേനോൻ, വിനോദിന്റെ കസിനോ അതോ വുഡ്ബിയോ? അങ്ങനെ സാർ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾക്ക് പറയത്തക്ക ബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ കൊലയാളിയായ വിനോദുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലെന്നും അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇനിയും ആ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അർത്ഥം. ആർക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ രണ്ടാൾക്കും പോവാം. എക്സ്ക്യൂസ് മീ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. കഴുത്തി കിടക്കണേ മാലയിലും കയ്യിൽ കിടക്കണേ മോതിരത്തിലും വി എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ടറി എന്ന ഇംഗ്ലീഷ് വേർഡാണോ അതോ? വിക്ടറി, അതാണ് സാർ കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി.